ഇപ്പോൾ സുലൈമാൻ ഖാൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ റിയൽ എസ്റ്റേറ്റിലേക്ക് എത്തിയത്? ഇന്ന് റിയൽ എസ്റ്റേറ്റ് ഭയങ്കര ഒരു ഫാൻസിയായിട്ട് എല്ലാവരും പറയുന്ന സംഭവം. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഒരുപാട് ഏജൻറ്റുമാരുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ബ്രോക്കർ എന്ന് പറയും എന്നൊരു സംഭവം. പക്ഷേ സുലൈമാൻ ഖാൻ അന്നേ ബ്രാൻഡാക്കിയിട്ടുണ്ട്. ഈ ബ്രോക്കർ എന്ന് പറയുന്ന സംഭവം നമ്മളെ ഒരു എബിലിറ്റി, നമ്മളെ സ്വന്തം ഉണ്ടാക്കുന്ന ഒരു എബിലിറ്റിന്ന് ഒരു ക്ലോസിങ് നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നൊരു കമ്മീഷനാണ്. കമ്മീഷൻ കിട്ടുമ്പോൾ അതിന് വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രോക്കർ. ആ ഒരു സംഭവം പിന്നെ ആദ്യം മുതൽ കുറച്ച് വെറുതെ കിട്ടി ഒരാളെ കൂടെ നടന്നിട്ട്. അങ്ങനെ ഈ 1000 2000 ഒക്കെ കിട്ടുമ്പോൾ ഇത് നല്ല പണിയാണല്ലോ എന്ന് നമ്മളെ മനസ്സ് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. വാപ്പ മരക്കച്ചവടമാണെങ്കിൽ മരക്കച്ചവടം കുറച്ച് ചെയ്തു, മനസ്സിലായില്ലേ? മരക്കച്ചവടം ചെയ്തു, ബാംഗ്ലൂരിലേക്ക് പലകയും മറ്റതൊക്കെ കയറ്റി കുറേ കാലം ഇത് ചെയ്തു. പിന്നെ സാൻഡൽവുഡ് ഫാക്ടറി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എല്ലാ കേരളത്തിൽ മൊത്തം. ആ കാലഘട്ടത്തിൽ അതിലൊരു ചെറിയ ഷെയർ കൂടിയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാറ് കച്ചവടം, ജീപ്പുള്ള കാലഘട്ടം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ റിയൽ എസ്റ്റേറ്റിലേക്ക് പക്കായിട്ട് ഇറങ്ങണത്. ഈ കോഴിക്കോട് ഞാനൊക്കെ വരുന്ന സമയത്ത് മാവൂർ റോട്ടിൽ 2.5 ലക്ഷം ഉറുപ്പിയുള്ളൂ. മാവൂർ റോട്ടിൽ പുതിയ മാവൂർ റോട്ടിലൊക്കെ 2.5 ലക്ഷം ഉറുപ്പിയുള്ളൂ. അപ്പം അന്ന് ബ്രോക്കറായിട്ട് അവിടുന്ന് ചെറിയ സംഗതികൾ തമ്മിൽ മുട്ടിക്കുമ്പോൾ ഇടയിൽ കിട്ടുന്ന ഒരു 2% അല്ലെങ്കിൽ 1% ആണ് നമ്മുടെ. അപ്പോൾ അതിന് ക്ലയൻറ്റിനെ തരിക. അപ്പോൾ ആ ക്ലയൻറ്റിന് വേണ്ട ക്ലയൻറ്റിനെ ബയർ ഉണ്ടാക്കുന്ന സംഭവം എന്താണ്? പിന്നെ റോ മെറ്റീരിയൽ എന്താണ്? ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്. അപ്പോൾ ആ റിലേഷൻഷിപ്പ്, ആ ബന്ധങ്ങളെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ വെച്ചിട്ട് ഓരോരുത്തർക്ക് വേണമെന്ന് ചോദിച്ചിട്ട് ആ ഒരു സംഭവമാണല്ലോ റിയൽ എസ്റ്റേറ്റിലെ സംഭവം. റിയൽ എസ്റ്റേറ്റിൽ മാത്രമല്ല എല്ലാ ബിസിനസ്സിലും അത്. പക്ഷേ ഇതൊന്നും കൂടി നല്ലത്. അപ്പോൾ ഒരു അറിയുന്ന എന്തൊക്കെ ലിഫ്റ്റിൽ നിന്ന് സലാം പറഞ്ഞു, മേലെ 4ാമത്തിൽ എത്തിയപ്പോൾ തന്നെ എന്താ പരിപാടി ചോദിച്ചു. റിയൽ എസ്റ്റേറ്റ് ആണ്. എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. ആബാദ് പ്ലാസയെന്ന്. ശരിക്ക് 5ാമത്തെ ഫ്ലോറിൽ അവരെ കൂടെ പോയിട്ട് പിറ്റേ ദിവസം ഒരു കച്ചവടം നടത്തി. അതെന്താണ്? ആ സലാം പറഞ്ഞ് ആ മേലെത്തിയപ്പോഴത്തേനും ഒരു കച്ചവടം നടന്നു. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ഇരിക്കുന്നുണ്ട്. ട്രെയിനിൽ നിന്ന് സംസാരിക്കാൻ ഇഷ്ടമാണ്. അല്ല, നമ്മൾ മിണ്ടാണ്ട് ഒരാളായിട്ട് ഇരിക്കാൻ പാടില്ലല്ലോ. എപ്പോഴും സംസാരിച്ചുകൊണ്ട്. പിന്നെ പാളിച്ചകളാണ് നമ്മളെ അറിയിക്കേണ്ടത്. നമ്മളെ സക്സസ് അറിയിക്കേണ്ട ആവശ്യമില്ല. അല്ല, സക്സസ് അറിയിക്കുന്നതിലേറെ നല്ലത് ഞാൻ പറയുന്നത് ഓവർലോഡ് എടുത്താൽ നമ്മളെ ഇടപാടുകൾ തെറ്റും. ഇടപാടുകൾ തെറ്റിയ ബന്ധങ്ങൾക്ക് കോട്ടങ്ങൾ. അത് നമുക്ക് അത് ഏറ്റവും വലിയ സംഭവം. ഇപ്പോൾ സുലൈമാൻക്ക് പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും. റിലേഷൻഷിപ്പ് ഇത്രയും നെറ്റ്വർക്ക് ആകുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്താണ് ഞാൻ ഫർഹാനെ പറയുന്നത്. ഡീൽ നടത്താത്ത ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നില്ലല്ലോ. ഇല്ല, ഡീല് നടത്തുന്ന ബന്ധങ്ങളല്ലേ നഷ്ടപ്പെടുന്നുള്ളൂ. അത് മനസ്സിലാക്കുന്നുണ്ടോ? അതൊരു ഭയങ്കര പോയിന്റ് ആണ്. പിന്നെ ഡീല് സാമ്പത്തികമായിട്ടും പിന്നെ അങ്ങനത്തെ വല്ല ബന്ധങ്ങൾ നടന്നാലാണ് ബന്ധങ്ങൾ നഷ്ടപ്പെടാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ. അങ്ങനെയാണ് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത്. നടന്നില്ലെങ്കിൽ ആ ബന്ധം ഭയങ്കരമായിട്ട് നല്ല എപ്പോഴും ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരും ഡീല് നടത്തണ്ട. അല്ല, ഡീല് നടത്താം. പഴയ കാലത്ത് ഞങ്ങളൊക്കെ നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓവർലോഡ് ആയപ്പോൾ സമയത്തിന് ഇന്ന് രജിസ്റ്റർ നടത്താമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് രജിസ്റ്റർ നടത്താൻ പറ്റില്ല. ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന് കൊടുക്കാൻ പോയില്ല. ചിലപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിപ്പ, വെള്ളപ്പൊക്കം, കൊറോണ, നമ്മൾ കൺട്രോൾ കേരളത്തിൽ മൊത്തം നമ്മളെ ഫീൽഡൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ സംഭവങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഇതൊന്നും ചിലപ്പോൾ ഇൻവെസ്റ്റർ അറിയില്ല. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ബാക്കിൽ നഷ്ടങ്ങൾ സംഭവിച്ചെന്ന് അറിയില്ല. പല നഷ്ടങ്ങളും സംഭവിക്കാതെ നമ്മളെ ഇൻവെസ്റ്റർക്ക് ചിലപ്പോൾ അത് അറിയണമെന്നില്ല. അവർക്ക് ആ ലാഭം കൊടുക്കണം. അപ്പോൾ അവിടെ വരുന്ന കുറേ സംഭവങ്ങൾ നമ്മൾ സെൽഫായിട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ സഹിച്ചിട്ടിട്ട് നമ്മുടെ ഇൻവെസ്റ്റർ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്ത് നഷ്ടം പറ്റിയിട്ടും വിറ്റിട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്.